എങ്ങനെയുണ്ട്? സ്വർഗത്തിൽ ചെന്ന പോലെ. സിനിമ വെള്ളാനകളുടെ നാട്ടിലെ റോഡ് റോളർ വരെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് നമ്മുടെ UK തന്നെ ചെറിയൊരു കർഷക സ്ത്രീയെ പരിചയപ്പെടുത്താം. പിന്നെ ചേട്ടൻ്റെ വീട്ടിലുള്ള എന്തൊക്കെ സംഭവം നോക്കിപ്പോൾ. അപ്പോൾ ചേട്ടൻ്റെ പേര് ഷൈജു വർഗീസ്. ചേട്ടൻ എത്ര നാളാണ് UK വന്നിട്ട്? ഞാൻ UK വന്നിട്ട് 18 വർഷമായി. ഓക്കെ. അപ്പോൾ നമുക്കിനി സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ പേരെന്ന് പറയുക കേട്ടോ ഈ സാധനത്തിനൊക്കെ. ഇത് അസ്തറിൻ്റെ മിക്സാണ്. നമുക്ക് വഴിയെ ഓരോന്ന് കണ്ടു പോവാം. ഇത് കമീലിയാണ്. അതിൻ്റെ പൂ വന്ന് കഴിഞ്ഞു. ഇനി അടുത്ത വർഷത്തേക്കുള്ള പൂവിനുള്ള മുട്ട് വന്നിരിക്കുകയാണ്. അത് 4 കളറുണ്ട്. 4 ഉണ്ടോ ഇവിടെ? 4 ഉണ്ട്. അടിപൊളി. നല്ലൊരു ചെടിയാന്ന് പറയുന്നത് വയലറ്റ് പൂവാണ്. ഈ ഫ്ലവേഴ്സിൻ്റെ സീസൺ ഏകദേശം തീരാറായെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് മിക്ക ഫ്ലവേഴ്സ് നമ്മളാണ്. ഇനിയാണ് ഇവിടുത്തെ കാണേണ്ട കാഴ്ചകൾ മൊത്തം വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആപ്പിൾ കാണാം. UK മാവ് പോലാണ് ഇവിടെ ആപ്പിളിൻ്റെ മരങ്ങളും. ഇവിടെ സൺഫ്ലവർ ഉണ്ട്. സൺഫ്ലവർ 2 കളറാണ്, യെല്ലോയും റെഡുമാണ്. റെഡും ശരി. റെഡും ഉണ്ടോ? റെഡ് ഉണ്ട്. റെഡ് വന്നിട്ട് പോയി. ഇത് ഗ്രാനി സ്മിത്ത് ആപ്പിൾ. ഇത് ആപ്പിള് ഗ്രാൻഡ് സ്മിത്ത് എന്ന് പറഞ്ഞ ടൈപ്പ്. ഇത് ബേ ലീഫ്. ഇത് നമുക്ക് ഇറച്ചിക്കറിക്കൊക്കെ ഉപയോഗിക്കാം, ഉണക്കി ഉപയോഗിക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ. ഇതിങ്ങനെ മണത്ത് നോക്കുമ്പോൾ നല്ല സ്മെല്ലാണ്. നാട്ടിലെ കറുവപ്പട്ടയുടെ മണം. ഇത് കണ്ടോ? ഇതെന്താണ് സാധനം? റണ്ണർ ബീൻസ്. നമുക്ക് ഇതിന്റെ ഇത് ഇവിടുത്തെ UK ഒത്തിരി ഉണ്ടാകുന്നതാണ് റണ്ണർ ബീൻസ്. ക്ലൈമറ്റുമായിട്ട് അത് അഡ്ജസ്റ്റ് ആയി പോകത്തില്ല. ആകെപ്പാടെ ചീര ഒക്കെ ഉള്ളു കിളുക്കുന്നത്. പ്ലം ടൊമാറ്റോ, പ്ലമ്മിൻ്റെ ഷേപ്പ്. ഇത് കുക്കുംബർ. അത് പെയർ. ഇത് ഗാർലിക്ക്. അതുപോലെ തന്നെ നമ്മുടെ സാധാരണ സവോളയുടെ ഇതാണ്. ഇത് ക്യാരറ്റ്. ബഗോണിയ. ഓ അത് ശരി. ഇതിന്റെ പേരെങ്ങനെയാണ്? ബഗോണിയ 4 കളറ്. ഒരു വൈറ്റ്, അതുപോലെ തന്നെ റോസ്, റെഡ്, ഒന്ന് ഓറഞ്ച്, 4 കളറിലെ ബഗോണിയ ചെടികളാണ് ഇത് മൊത്തം. ഓ അപ്പോൾ ഇത് റെഡ് കളർ മുന്തിരിയാണ്. റെഡ് കളറാണല്ലേ? ഞാൻ ചോദിച്ചാൽ ബ്ലാക്ക് ആയിരിക്കും. റെഡ് ആണ്. അത് ബ്ലാക്ക് ആകും, അവസാനം ബ്ലാക്ക് ആകും. നമുക്കിതിൻ്റെ പൊക്കത്തൂടെ കാണാൻ കഴിയും. ഇത് റോസാണ്, ക്ലൈമ്പിംഗ് റോസാണ്. ഒറ്റ പ്രാവശ്യം 10, 300, 400 പൂവാണ് ഉണ്ടാകുന്നത്. ഈ നിൽക്കുന്ന സാധനം എന്താണെന്ന് കണ്ടോ? നിങ്ങൾ UK അധികം ആൾക്കാരുടെ വീട്ടിൽ കാണത്തില്ല. ഇത് വാഴയാണ്. ഇത് ജാപ്പനീസ് വാഴയാണ്. നമ്മുടെ നാട്ടിലെ വാഴയൊന്നും ഇവിടെ കിളുക്കുകയില്ല. ജാപ്പനീസ് ആണ് ഇത്. നാട്ടിലെ വാഴ കൊണ്ടുവന്നിട്ട് എവിടെ ആരെങ്കിലും കിളിപ്പിച്ച് കേട്ടില്ല? ഇല്ല, നാട്ടിലെ വാഴ കിളുക്കത്തില്ല, വർക്കൗട്ട് ആകത്തില്ല. ഇല്ല. ഇത് 5 വർഷം പ്രായമുണ്ട്. ശരി. വിന്റർ ആകുമ്പോൾ പോകും, വീണ്ടും സമ്മറിൽ കിളുത്ത് വരും. ഇത് എവിടുന്നാ കിട്ടിയെന്ന്? ഇത് ഇവിടുന്ന് ഗാർഡൻ സെന്ററിൽ നിന്ന് മേടിച്ചതാണ്. അത് ശരി. ഓക്കെ. അപ്പോൾ ഇവിടെ മിക്കവാറും വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വളരാൻ ചാൻസ് ഉള്ളതാണ്. വേറൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അത് തീർന്നു. ഇതെല്ലാം പിടക്കോഴികളാണ് തന്നെ? എല്ലാം പിടയാണ്. 5 കോഴിയുണ്ട്. പൂവൻ ട്രൈ ചെയ്തിട്ടുണ്ടോ? പൂവൻ ഇവിടെ അലൗഡ് അല്ല. കാരണം അയലോക്കത്ത് വീടുകളുള്ള വെളുപ്പിനെ സമ്മറാകുമ്പോൾ വെളുപ്പിനെ പോകും. അതുകൊണ്ട് അലൗഡ് അല്ല. തീറ്റയൊക്കെ എങ്ങനെ? തീറ്റ ഇവിടെ മേടിക്കാൻ കിട്ടും. പെല്ലറ്റാണ്. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട്. മുതലാവും. 10 പോണ്ടേ ഉള്ളൂ ഈ ആക്കിന്. ഒരു മാസം നിൽക്കുമോ? 1 മാസം നിൽക്കും. ഇത് 5 കോഴി എല്ലാ ദിവസവും 5, 4 വെച്ച്. തണുപ്പുകാലം ഇല്ല, ഒന്നുമില്ല. തണുപ്പ് അതിന് ഇഷ്ടം. അതുകൊണ്ടാണ് ഇവിടെ കുഴി കുഴിച്ച് അതിനകത്ത് കിടക്കുന്നത് വിന്ററിൽ. നമ്മൾ വേറെ ഒന്നും ചെയ്ത് കൊടുക്കണം. ഒന്നും ചെയ്യണ്ട. ഫിഞ്ച് 4 ഉണ്ട്.
അവനങ്ങ് പേടിച്ച് ഓടി ഒരു മുറിക്ക് നിൽക്കുകയാണ്. ഡോഡൻ ഡ്രം. ഓക്കെ, നമ്മളെ ഫ്രണ്ടിൽ കണ്ടതിൻ്റെ വേറൊരു കളറാണ്. ഇനി ഒരു അടിപൊളി സംഭവം കാണിച്ചു തരാം. മത്തങ്ങയാണ്. ഒരു 4 വർഷത്തിന് മുമ്പേ 57 കിലോ ഉള്ള മത്തങ്ങ ഉണ്ടായിട്ടുണ്ട്. 57 കിലോയോ? 57 കിലോ ഒരെണ്ണം. എൻ്റെ ദൈവമേ. എന്നിട്ട് അത് എന്ത് ചെയ്തു? അത് നമ്മൾ അസോസിയേഷൻ ലേലം വിളിച്ചു. 330 പൗണ്ടിന് ലേലം വിളിച്ചു. ഓ, ഇത് റുബാബാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നല്ല ചേമ്പ് പോലിരിക്കും. ഇതിൻ്റെ തണ്ടിനകത്ത് കളഞ്ഞ ഇത് നമുക്ക് ചമ്മന്തി അരയ്ക്കാനും മാങ്ങയ്ക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റും. ഇത് ചെറി ടൊമാറ്റോ തന്നെ 5 ടൈപ്പ് ഉണ്ട്. ഇതൊരെണ്ണം വേറെ ടൈപ്പ്. അത് മണി മേക്കർ. പിന്നെ അപ്പുറമുണ്ട് മണി മേക്കറോ? മണി മേക്കർ എന്ന് അതിൻ്റെ പേര്. വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണി ഉണ്ടാകുന്നില്ല, അത് കൂടുതൽ കായ ഉണ്ടാകുന്ന. ഇത് ഇറ്റാലിയൻ കോർജറ്റാണ്. ഒരു 4 അടി നീളം വരെ ഇതുണ്ടാവും. ഇവിടെ പന്തൽ പണി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടൊക്കെയാണ് പണി. ഇതെങ്ങനെയാണ് ഇതിൻ്റെ പണി നമുക്ക് ചേച്ചിയോട് കൊണ്ടും ചോദിക്കണം. ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യണമല്ലോ നമ്മൾ ഇതിനകത്ത്. ഇവിടെ ഒരു സംഭവം ഉണ്ടോ? ഇത് നമ്മുടെ വെള്ളരിക്ക പോലെ ഇരിക്കും, പക്ഷേ കോർജറ്റ് അല്ലെ മാരോ. ഇത് പൊട്ടറ്റോ ആണ്. അത് കഴിഞ്ഞു, അതിന് പറിച്ചാൽ മതി. പൊട്ടറ്റോ അവിടെ നമുക്ക് മണ്ണിൽ ഇത്തിരി വിസിബിളായിട്ട് കാണാൻ പറ്റും. ഇവിടുത്തെ ടൈപ്പ് പച്ചമുളകുകളൊക്കെയാണ് ഇതൊക്കെ. എല്ലാം പച്ചമുളകാണ്. നോക്കണം ഇതിൻ്റെ തടമൊക്കെ എടുത്ത് അതിൻ്റെ വൃത്തിക്ക് ഇതുപോലെ നോക്കുന്നതിന് നന്നായിട്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചീര, പച്ചച്ചീര. ഇതെന്തു സാധനം? ഇത് ഹണി സക്കിൾ. സന്ധ്യയാകുമ്പം വിരിയും. നല്ല പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് പൂവിന്. അതെ. ഈ തക്കാളി തക്കാളിയാണ്. തക്കാളി ഇങ്ങനെ നിർത്തുമ്പോൾ പെട്ടെന്ന് പഴുക്കും. ഓക്കെ. വെയിൽ കൊള്ളുമ്പോൾ കാ വന്നതിൻ്റെ അടിവശത്തെ ഇല വെട്ടിക്കളയുമ്പോൾ പെട്ടെന്ന് കിളുക്കും. നമ്മളിവിടെ വന്ന് വേറെ കാര്യം ശ്രദ്ധിച്ച്, വണ്ടും അതുപോലെ തന്നെ നമ്മുടെ കുറേ ചിത്രശലഭങ്ങളൊക്കെ ഇങ്ങനെ പാറിപ്പാറയാണ്. അപ്പം വഴുതനങ്ങി ഞങ്ങൾക്ക് കാണാൻ പറ്റും. നല്ല വലുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഇതെന്ത് സാധനം ചേട്ടാ? ഇതും വേറെ ടൈപ്പ് പച്ചമുളകാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇതിനകത്ത് ഫ്രീസ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് വരെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് കാന്താരിയാണ്. നല്ല കാന്താരി. ഇതും അത് തന്നെയാണ്, കാന്താരിയാണ്. ഇത് നമ്മുടെ നാട്ടിലെ ഉണ്ടമുളക് ആയി വരുന്നതേ ഉള്ളൂ. ഇത് ബട്ടർനട്ട് സ്ക്വാഷ്. ഒരു നമ്മുടെ മത്തങ്ങയുടെ ടേസ്റ്റ് കാലാണ്. ഇത് ബീട്രൂട്ടാണ്. അതിനടിയിൽ കായുണ്ട്, പറിക്കാറായിട്ടില്ല. ഇത് നാട്ടിലെ ചീരയാണ്. അരി കൊണ്ടുവന്നിട്ട് ഇവിടിട്ട് കിളും. ഓരോ വർഷം കൊണ്ടൊരു അത് എടുത്ത് വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ എടുത്തു വെക്കും, ചിലത് തന്നെ കിളുക്കും ഇവിടെ വീണ്. ഇത് സ്പിനാച്ചാണ്. ഇവിടുത്തെ മിക്സ് സലാഡ് ലീഫാണ്. പ്ലാവിൻ്റെ തൈയാണ്. ഇവിടെ ചക്കക്കുരു ഇട്ട് കിളിപ്പിച്ചതാണ്. അത് പാവല് ഉണ്ട്. അകത്താണ് കാണാൻ പറ്റും. കാ പിടിച്ചിട്ടുണ്ട്, പക്ഷേ ഇനി സമയം ഇതാണ് വരുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അടിപൊളി ഒരു കുഞ്ഞു ഫാമാണിത്. നമുക്കിവിടെ ഒരാളെ ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമായിട്ട്. സത്യം പറഞ്ഞാൽ നല്ലൊരു എന്താ പറയുക, നമ്മൾ ഈ ചില ഡെസ്റ്റിനേഷൻ വെഡിങ്ങിലോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചില ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ കുറേ പന്തൽ പോലെ നല്ല രസമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഒരാൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ കാണിക്കുക. എങ്ങനെയുണ്ട് അടി ഈ ഫാം? എങ്ങനെയുണ്ട്? അയ്യോ, എനിക്ക് സ്വർഗത്തിൽ ചെന്ന പോലെ. ഇത്രയും സന്തോഷം. ചേട്ടൻ്റെ രാവിലെ തൊട്ട് എല്ലാ സമ്മറിലെയും മൊത്തം കഷ്ടപ്പാടല്ലേ ഇത്. എന്നാലും എന്ത് രസം. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്ക് അത് നത്തം. രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഇന്ന് ഇത്രയും സന്തോഷമുള്ളൊരു കാഴ്ച കാണാൻ പറ്റി. നല്ല രസമാണ് ഈ വണ്ടി ഇങ്ങനെ നിന്ന് അതിൻ്റെ തേൻ ഇങ്ങനെ നൂർന്ന് കുടിക്കുന്നുണ്ട്. അത് എന്നാ സംഭവം? ഇതോ, ഇതിന്ന് രാവിലെ എന്നോട് വേണമെന്ന് ചോദിച്ച സാധനം